അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇംഗ്ലീഷിനെ കുറിച്ച്. നമുക്ക് നോക്കാം ഇംഗ്ലീഷ് ഗ്രാമർ എന്തുവാന്ന് ആദ്യം നോക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ എന്താ? അതൊരു സെറ്റ് ഓഫ് റൂൾസ് ആണ് അല്ലേ. ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഹെൽപ്പ് അസ് ടു സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റ് ഇംഗ്ലീഷ് കറക്റ്റ്ലി. ഒരു ട്രാഫിക് റൂൾസ് പോലത്തെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ട്രാഫിക് റൂൾസ് ആണ്. എന്താണ്? ഇറ്റ് ഹെൽപ്സ് അസ് പുട്ട് വേർഡ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു മേക്ക് മീനിങ്ഫുൾ സെൻറ്റൻസസ്. അത് നമ്മളെ ഓരോ വേർഡ്സും കറക്റ്റ് ഓർഡറിൽ ഒരു മീനിങ്ഫുൾ സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് കറക്റ്റ് ഓർഡറിൽ വേർഡ്സിനെ പ്ലേസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ട്രാഫിക് റൂൾസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറക്റ്റായിട്ട് ട്രാഫിക് അനുസരിച്ച് വണ്ടികളൊക്കെ പോകാൻ, ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ, ഒരു ആക്സിഡൻറ്റ് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ജാം വരാതിരിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഗ്രാമർ. റിയൽ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വീട് ഒരു പ്ലാൻ ഇല്ലാതെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ക്യാൻ വി പ്ലേ എ ഗെയിം വിത്തൗട്ട് റൂൾസ്? നോ. ഒരു ഗെയിമും ഒരു റൂളില്ലാതെ കളിക്കാൻ പറ്റത്തില്ല അല്ലേ. എല്ലാ ഗെയിമിനും ഓരോ റൂൾസ് ഉണ്ട്. ക്യാൻ വി സ്പീക്ക് ഇംഗ്ലീഷ് കറക്റ്റ്ലി വിത്തൗട്ട് ഗ്രാമർ? നോ. ഇംഗ്ലീഷ് കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ ഒരു ഗ്രാമർ ഇല്ലാതെ? അതും പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഗ്രാമർ? ഗ്രാമർ ഈസ് ദ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഹെൽപ്പ് അസ് സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റ് ഇംഗ്ലീഷ് കറക്റ്റ്ലി. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ നോക്കാം. ആപ്പിൾ ഐ ഈറ്റ്. അതൊരു കറക്റ്റ് സെൻറ്റൻസ് ആണോ? അല്ല. ഐ ഈറ്റ് ആൻ ആപ്പിൾ. ഞാനൊരു ആപ്പിൾ കഴിച്ചു. ഇതാണ് ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് വരുന്ന സെൻറ്റൻസ്. ഐ ഈറ്റ് ആൻ ആപ്പിൾ. സെക്കൻഡ് വന്ന് നോക്കാം. ഷീ ആർ ഹാപ്പി. ഷീ ആർ ഹാപ്പി എന്നാണോ നമ്മൾ പറയുന്നത്? അല്ല. ഷീ ഈസ് ഹാപ്പി എന്ന് പറഞ്ഞത് കറക്റ്റ്. Grammar gives us the rules to use English correctly.